കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ കൊണ്ടുവന്ന ആനകൾ ഇടയുന്നതിന് തൊട്ടു മുൻപുള്ള വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായി കാണാം ആനകൾ ഇടയാനുണ്ടായ സാഹചര്യം എന്താണെന്ന്. കരിമരുന്ന് പൊട്ടിച്ചത് കേട്ടാണ് ആന ഭയന്നോടിയെന്ന വാദം തെറ്റാണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആനകൾ നടപ്പന്തൽ നിൽക്കുന്ന സമയത്ത് തന്നെ കരിമരുന്ന് പ്രയോഗം തുടങ്ങിയിരുന്നു എന്ന് ഈ വീഡിയോയിൽ കാണാം. അതുകൊണ്ട് തന്നെ വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ടല്ല ആന ഇടഞ്ഞതെന്ന് വളരെ വ്യക്തമാണ്. അതുമാത്രമല്ല, ഈ സംഭവം നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിരവധി സ്ത്രീകളും കുട്ടികളും നിന്നിരുന്നതായി നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. 3 പേരുടെ ദാരുണമായ മരണം സംഭവിച്ചെങ്കിലും ഭാഗ്യവശാൽ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കാതെ ഇത് കഴിഞ്ഞെന്ന് നമുക്ക് ആശ്വസിക്കാം. വീഡിയോ മുഴുവനും കണ്ടു നോക്കൂ. ഗുരുവായൂർ ദേവസ്വം, പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളാണ് ക്ഷേത്രോത്സവത്തിനിടയിൽ ഇടഞ്ഞോടിയത്. ഇടഞ്ഞ 2 ആനകളും കൂട്ടാനക്കുത്തിന് കുപ്രസക്തിയുള്ള ആനകളാണ്. പീതാംബരനാണ് ഗോകുലിനെ കുത്തുന്നത്. കുത്തുകൊണ്ട ഗോകുലിനെ പീതാംബരൻ വീണ്ടും കുത്തിമറിച്ചിട്ടു. കുത്തുകൊണ്ട് ഗോകുൽ വീഴുന്നത് ദേവസ്വം ഓഫീസിന് മുകളിലേക്ക്. അതോടെ കെട്ടിടം തകർന്നു വീണ് നിരവധി പേർക്ക് പരിക്കേറ്റു. 3 പേർ മരണമടഞ്ഞു. മറിഞ്ഞു വീണ ഗോകുലിന് പിന്നാലെ പീതാംബരൻ വീണ്ടും അവനെ ഇട്ടോടിച്ചു. ഒരിക്കലും ആനകൾ ആരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നത് വീഡിയോയിൽ വളരെ വ്യക്തമാണ്. ആനപ്പുറത്തു നിന്നും വീഴുന്ന പൂജാരിയെ പോലും ആക്രമിക്കുവാൻ ആനകൾ മുതിരുന്നില്ല എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്.